മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. വിശുദ്ധ ഖുർആൻ മാനവരാശിയുടെ വെളിച്ചം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് തസ്കിയയും ഇഫ്താറും സംഘടിപ്പിച്ചു. കേരള മുസ്ലിം പൊന്നാനി സോൺ തസ്ബിയത്തും ഇഫ്താറും അഷ്റഫ് ബാക്കവി അയിരൂരിന്റെ അധ്യക്ഷതയിൽ കേരള ഹജ്ജ് കമ്മിറ്റി അംഗം KM മുഹമ്മദ് കാസിംകോയ ഹാജി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഭക്ഷണത്തിന്റെ വാസരിക്കുന്ന പറയും പഴകിയ സ്മെല്ല് ചീത്തപ്പെട്ടതാണ്. അതാണ് ആരാധിക്കുന്നത്? ഈ മൂക്കാണ്. മൂക്ക് ആ വാസന, റൂതാണ് റൂതിന്റെ സ്മെല്ല്, അൻപറാണ് അൻപറിന്റെ സ്മെല്ല്, കസ്തൂരിയുടെ വാസന. നേരെ മറിച്ച് ചീത്തപ്പെട്ട വസ്തുവിനെ പഴകിയ ഒരു ഭക്ഷണം കൊണ്ടു വെച്ചാൽ മനസ്സ് അതിന് കഴിക്കണ്ട. എവിടെ നിന്ന് ആ ഇൻഫർമേഷൻ കിട്ടി? മൂക്ക് പറയും കഴിക്കണ്ട, ആ ദുർഗന്ധം വമിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരു പോയിന്റാണ് ഈ നാവിൽ നിന്ന് ചെറിയൊരു പോയിന്റ് ഇങ്ങനെ കയറി പോകും മൂക്ക്. സുബ്ഹാനല്ലാഹ്, ലോകം മുഴുവൻ കീഴടക്കുന്ന കണ്ണായിരിക്കും ഈ മാത്രം തന്നു. ഞാൻ അന്ധനായി കഴിഞ്ഞാൽ സ്വരം കൊണ്ട് വന്നത് കാസിംകോയ എന്ന് പറയും ഈ മനുഷ്യൻ. പകൽ എങ്ങനെയാണ് അന്ധർക്ക് അറിയില്ല, കൂലി വീട്ടാണെങ്കിൽ അവർക്ക് അറിയില്ല. എങ്ങനെ ഇരിക്കുന്നു പറയാൻ തന്നെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കണ്ണിൽ നമുക്ക് കേടുവരുത്താതിരിക്കട്ടെ. ഈ കണ്ണിൽ നിന്ന് സുബ്ഹാനല്ലാഹ് ആ ഹൃദയം എന്ന് പറയുന്ന ഇറച്ചി കഷ്ടത്തിലേക്കും ആ പിണ്ടത്തിലേക്ക് ഹൈക്കൽ എന്ത് ചെയ്തു? ഈ കണ്ണിൽ നിന്ന് കിട്ടുന്ന ആ വിവരം ആ വാക്കുസ്തകം രൂപം ഹൈക്കൽ മനസ്സിൽ നിന്ന് കാണാൻ ശരിക്കും ജയരതിമയിലെ ശരിക്കണം കണ്ടെത്തി ആ കാണും. ഈ കണ്ണട എവിടെയാണ്? എവിടെ അദ്ദേഹത്തിലും സൃഷ്ടിക്കപ്പെട്ടത്? നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഷിഹാബുദ്ദീൻ സഖാഫി പെരുമുക്ക്, സിദ്ദീഖ് അൻവരി പുതുപന്നാനി, ഷമീർ സഖാഫി വടക്കൂട്ട്, അബ്ദുൽ കരീം സഹദി അയിരൂർ, ഷക്കീർ സഖാഫി തുടങ്ങിയവർ സംബന്ധിച്ചു.